മോളു, അത് മാതാവല്ല, നമ്മളുടെ പള്ളിയുടെ സ്വർഗീയ മധ്യസ്ഥ ആവിലായിലെ അമ്മ ത്രേസ്യയാണിത്. മോൾ അമ്മ ത്രേസ്യയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ, എന്നാ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. വിശുദ്ധ അമ്മ ത്രേസ്യ സ്പെയിനിലെ ആവില നഗരത്തിൽ 1515 മാർച്ച് 28 അമ്മ ജനിക്കുന്നത്. യേശുവിന് വേണ്ടി മരിക്കുക എന്നതായിരുന്നു കൊച്ചു തെരേസായുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി സ്വന്തം സഹോദരന്റെ കൂടെ ആഫ്രിക്കയിലേക്ക് ഒളിച്ചോടാൻ പോലും അവൾ തയ്യാറായി. ചമ്മട്ടിയടിയേറ്റ യേശുവിന്റെ രൂപം അവളുടെ മനസ്സിൽ മാറ്റത്തിന്റെ ആരംഭം കുറിക്കുന്നു. മനസ്സിൽ പശ്ചാത്താപം നിറയുന്നു. അങ്ങനെ തിളങ്ങുന്ന വ്യക്തിത്വവും ഉണർവുള്ള മനസ്സും അസാധാരണമായ ധീരതയും അവൾ ആർജിക്കുന്നു. കർമ്മലീത്ത സഭയുടെ നവീകരണത്തിനായി, അതിൻ്റെ പുനരുത്ഥാനത്തിനായി, വളർച്ചയ്ക്കായി സ്വയം സമർപ്പിച്ചു. അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ടും അനന്യ സുലഭമായ പാണ്ഡിത്യം കൊണ്ടും നമ്മളുടെ തിരുസഭയ്ക്ക് ഒരുപാട് സേവനമർപ്പിച്ച വേദപാരംഗതയായിരുന്നു അമ്മ ത്രേസ്യ. അമ്മ എപ്പോഴും പറയാറുള്ളത്, നാഥ, ഒന്നെങ്കിൽ അങ്ങേക്കായി സഹിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്നതാണ്. ഒന്നും നമ്മെ ആകുലപ്പെടുത്താതിരിക്കട്ടെ, ഒന്നും നമ്മെ അധൈര്യപ്പെടുത്താതിരിക്കട്ടെ. എല്ലാം കടന്നുപോകും, ദൈവം മാത്രം നിലകൊള്ളും. നമ്മളുടെ സ്വർഗീയ മധ്യസ്ഥയായ അമ്മ ത്രേസ്യയോട് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും അമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം.